ലക്ഷദ്വീപിലേക്കുള്ള കപ്പൽ യാത്രയിൽ കടൽക്ഷോഭമുണ്ടായാൽ കപ്പൽ തീരത്ത് അടുക്കില്ല. അപ്പോൾ യാത്രക്കാരും ടൂറിസ്റ്റുകാരും നടുക്കടലിൽ വെച്ച് കപ്പലിൽ നിന്ന് ബോട്ടിൽ കയറി വേണം, ഇതുപോലെ വേറെ ബോട്ടിലേക്ക് ചാട്ടം ചാടി വേണം യാത്ര തുടർന്ന് ദ്വീപിലെത്തിച്ചേരുവാൻ. ഇത് ആദ്യമായി കാണുന്നവർക്ക് അതിഭയാനകമായ കാഴ്ചയാണ്. അതിനെ സംബന്ധിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ അധികം ഇവിടെ കാണിക്കുന്നത്. കടലിൽ അധികം പരിചയമില്ലാത്തവരും കപ്പൽ യാത്ര ആദ്യമായി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ വീഡിയോ മുഴുവനായി കണ്ടാൽ അവർക്ക് കപ്പൽ യാത്രയിൽ കുറച്ച് അനുഭവങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് പുറപ്പെട്ട കപ്പൽ രാവിലെ 6 മണിയായപ്പോൾ ദൂരെ നിന്ന് ദ്വീപ് കാണുവാൻ തുടങ്ങി. ഇതാ ആ കാണുന്നതാണ് കവരത്തി ദ്വീപ്. കടലിൽ നിന്ന് കപ്പൽ കര അടുത്തു എന്നറിഞ്ഞപ്പോൾ വളരെയധികം സന്തോഷമായി, മനസ്സിന് നല്ലൊരു സമാധാനമായി. ഞാൻ രാത്രി 2 മണിക്കൂർ മാത്രമേ ഉറങ്ങിയുള്ളൂ. ബാക്കി ഫോൺ ചെയ്യാനും അതേമാതിരി ആഹാരം കഴിക്കാനും എന്നിങ്ങനെ ചില കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ കപ്പലിൻ്റെ ഉള്ളിലേക്ക് പോയത്. ബാക്കി എല്ലാ സമയവും കപ്പലിൻ്റെ മുകളിലായിരുന്നു. രാത്രി കപ്പലിൻ്റെ മുകളിലിരുന്ന് ആകാശവും നക്ഷത്രവും കടലും അതിൻ്റെ ശബ്ദവും കടൽക്കാറ്റും കണ്ട് കിടക്കുവാൻ ഒരു വല്ലാത്ത സുഖമാണ്. എന്നെപ്പോലെ തന്നെ കുറച്ച് ടൂറിസ്റ്റുകളും അധികമുണ്ടായിരുന്നു. എൻ്റെ ഒപ്പം വന്ന എൻ്റെ നാട്ടുകാരും അവർ കൊണ്ടുവന്ന ചിപ്സ്, അതേമാതിരി വാഴയ്ക്ക ചിപ്സ്, കപ്പ ചിപ്സ്, ഉണ്ണിയപ്പം എന്നിവയും തിന്ന് പല കഥയും പറഞ്ഞ് എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുമ്പോൾ ഒരു പ്രത്യേക അനുഭവങ്ങളും ഒരു നല്ലൊരു രസകരമായ കാര്യമായിരുന്നു. ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരത്ത് നിന്ന് 200 കിലോമീറ്റർ മുതൽ 450 കിലോമീറ്റർ വരെ ദൂരങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന പവിഴപ്പുറ്റിനാൽ നിർമ്മിതമായ അതിമനോഹരമായ ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ്. ആകെ 32,000 കിലോമീറ്റർ ചതുരശ്ര വിസ്തീർണമുള്ള പ്രദേശമാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതും 1956 രൂപം കൊണ്ട് 1973 ലക്ഷദ്വീപ് എന്ന് പേരിട്ട കേരളീയ വംശീയ സാദൃശ്യമുള്ളവരാണ് ലക്ഷദ്വീപുകാർ. രാവിലെ ഏകദേശം ഒരു 9 മണിയായി. ആ കാണുന്ന പച്ച കാണുന്നതാണ് കവരത്തി ദ്വീപ്. അപ്പോൾ കവരത്തി ദ്വീപിലേക്ക് കപ്പൽ അടുക്കില്ല. എന്താ പറഞ്ഞാൽ ഭയങ്കര കാറ്റും കടലൊക്കെ ശോഭിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കപ്പൽ അടുക്കാത്തത് കൊണ്ട് ജനങ്ങളുടെയും യാത്രക്കാരനെ കയറ്റാനും ഇറക്കാനും വേണ്ടിയാണ് ഈ ബോട്ട് വരുന്നത്. നല്ല കാറ്റും തിരകളും നന്നായി അടിച്ചിട്ട് ഈ ബോട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞും മറിഞ്ഞും തിരയടിച്ചും ഒക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റുണ്ട്, ഇതുകൊണ്ടല്ലേ തിരകളൊക്കെ നന്നായിട്ടുണ്ട്, ഇങ്ങനെ ആടി ആടി ഒലയുണ്ട്. ഇതിൽ നമുക്ക് ഇറങ്ങി പോകുക എന്ന് പറയുമ്പോൾ പേടിയാകുകയാണ്. പക്ഷേ ഞങ്ങൾക്കിവിടെ ഇറങ്ങേണ്ട ആവശ്യമില്ല. ഞങ്ങൾ കടമത്ത് ദ്വീപിൽ ഇറങ്ങുന്നത്. പക്ഷേ ഇവിടെ കവരത്തിയിൽ കുറേ ആളുകൾക്ക് ഇറങ്ങാനുണ്ട്. ഒരു 100-300 ആളുകൾ ഇവിടെ ഇറങ്ങും. അതിൽ ദ്വീപുകാരും ഉണ്ട്, ഇതേമാതിരി നമ്മളുടെ മാതിരി വന്ന ടൂറിസ്റ്റുകളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ആളുകൾ ഇതിൽ കയറാനുണ്ട്. അവർ കടമത്ത് ദ്വീപിലും അതേമാതിരി അമിനി ദ്വീപിലൊക്കെ ഇറങ്ങേണ്ടവരാണ്. ആ യാത്രക്കാരുമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് കയറുണ്ട്, ഇതിക്ക് എറിഞ്ഞ് പിടിപ്പിച്ചിട്ട് ഈ കപ്പലിലേക്ക് എറിഞ്ഞ് പിടിപ്പിക്കും. അതിനാണ് അവർ കയറൊക്കെ പിടിച്ച് റെഡിയായിട്ട് വരുന്നത്. കപ്പൽ ഇവിടെ തന്നെ ഇപ്പോൾ നിൽക്കുകയാണ്, വെള്ളത്തിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ നിന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കരവത്തേക്ക് പോവില്ല. പോയി പറഞ്ഞാൽ അവിടെ പവിഴപ്പുറ്റുകളിൽ അങ്ങനത്തേലൊക്കെ അടിച്ചു കയറി, കാറ്റത്ത് അടിച്ചു കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ കപ്പൽ ഒന്നിനും പറ്റില്ല, കാലാകാലം അവിടെ തന്നെ നിർത്തേണ്ടി വരും. അപ്പോൾ ഇതിന് കാലാവസ്ഥയും ഇതിനെ പ്രവചിക്കുന്ന ഇതിൻ്റെ കൺട്രോൾ ചെയ്യുന്നവർ പറയും നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പറ്റില്ല പറയും. അപ്പോഴാണ് അവർ നടുക്കടലിൽ നിൽക്കുക. ഇതാ കയറൊക്കെ എറിഞ്ഞു കൊടുത്ത് അതിനെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിലേക്ക് ചേർത്തിക്കൊണ്ടിരിക്കുന്നതാ. ഈ ചേർത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അപ്പോൾ തിരകൾ നന്നായി അടിക്കുന്നുണ്ട്. ഇതിനുള്ള ഒരാൾ എത്തിപ്പിടിച്ച് കെട്ടുകയാണ്, കയറും കൊണ്ട് കെട്ടിയത്, മഞ്ഞ കയറും കൊണ്ട്, പ്ലാസ്റ്റിക് കയറും കൊണ്ട് വലിഞ്ഞു കെട്ടി വലിക്കുകയാണ് അതിൻ്റെ അടുത്തേക്ക്, വലിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഇതുകൊണ്ട് എല്ലാവരും റെഡിയായിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരും ഇതാ നല്ല വലിച്ച് കെട്ടിക്കൊണ്ടിരിക്കേണ്ടതാ. കണ്ടില്ലേ? തിരകളാണെങ്കിൽ നന്നായി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തിര നന്നായി അടിക്കുകയാണ്. ഒപ്പം തന്നെ ചെറിയ ചെറിയ മഴയുണ്ട്. രാവിലെയാണിത്. ഇതാ കയറൊക്കെ കെട്ടി ഒരുവിധം മുറുക്കിയത് ചേർന്ന ഉടനെ അവിടെയുള്ള ആളുകൾക്ക് നല്ല പരിചയമാണ്. ഇതൊക്കെ അവിടെയുള്ള ജനങ്ങളാണ്, അവർക്ക് നല്ല സർവീസാണ്. അവർ എത്തുന്നതിന് മുമ്പ് തന്നെ ചാടി കയറാൻ തുടങ്ങി. ഒരു വാതിൽ കൂടെ സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങി. പിന്നെ ഇവിടെ 2 ആൾക്കാർ കയറ് പിടിച്ചിട്ട് നിൽക്കും.
അതേമാതിരി അപ്പുറത്തും രണ്ടാളുണ്ടാവും. അവരൊക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അവർ കയ്യിൽ പിടിച്ചാൽ പിന്നെ വിടില്ല. ഇവരൊരു കയറിൽ കെട്ടിത്തൂങ്ങിയിട്ടാണ് നിൽക്കുക. ഒരു കൈ കെട്ടിത്തൂങ്ങി നിൽക്കും, കപ്പലിലുള്ള ആൾ അപ്പുറത്തെ ഒരാൾക്ക് കൈ കൊടുക്കും. അങ്ങനെ അവർ ബലത്തിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിച്ചിടുകയാണ്. അതിൻ്റെ കൈകളൊക്കെ നല്ല ശക്തിയാണ്. അങ്ങനെ എക്സ്പീരിയൻസ് ആയ ആളുകളെയാണ് നിർത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് രണ്ടാൾ നിർത്തിയിട്ടുണ്ടാവും, അതേമാതിരി അപ്പുറത്ത് രണ്ടാൾ. അങ്ങനെയാണ് ഇത്. അതിൻ്റെ ഉള്ളിലുള്ള ആളുകളൊക്കെ സുമാറുള്ളവരൊക്കെ ബോട്ടിലുള്ളവരൊക്കെ കപ്പലിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിയാറായി. ഒപ്പം സാധനങ്ങളും കയറ്റി കഴിയാറായി. ഇനി കഴിയാറായി കഴിഞ്ഞാൽ ഇതിന്ന് കുറച്ച് ആൾക്കാർ ആ ബോട്ടിലേക്ക് ഇറങ്ങും. ഇനി കഴിഞ്ഞിട്ടില്ല. ഇനി നിറയെ ആൾക്കാരുണ്ട്. വാങ്ങുമ്പോൾ കയ്യിൽ പിടുത്തം കിട്ടുന്നില്ല. അത് അങ്ങോട്ട് തന്നെ പോയി ഇടയിൽ കൂടെ വേറൊരാൾ കയറി നിറയെ ആൾക്കാർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ കുറേ ആളുകളുണ്ട്. ഇപ്പോൾ കുറച്ച് നന്നായി ചേർന്നിട്ടുണ്ട്. ചില സമയത്ത് 4 അടി ഗ്യാപ്പ് വരെ വരുന്നുണ്ട്, ചില സമയത്ത് 2 അടി ഗ്യാപ്പ് വരുന്നുണ്ട്, ചിലപ്പോൾ കൂടുതൽ ഗ്യാപ്പ് വരുന്നുണ്ട്. ഇത് ആ കാണുന്നതാണ് ദ്വീപ്. അവിടേക്കാണ് ഈ ബോട്ടിന് പോകേണ്ടത്. എല്ലാവരും കയറിക്കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് അവിടേക്ക് ഇറങ്ങും. എല്ലാവരും കയറിക്കഴിഞ്ഞു. ഈ ഒരാളും കൂടി കയറും തോന്നണു. ഇപ്പം തിര നന്നായി അടിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങി. ഓരോരുത്തരായിട്ട് ഇനി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരിനെയായിട്ട് ഇപ്പോൾ ബോട്ടിലേക്ക് കയറ്റാൻ തുടങ്ങി കപ്പലിൽ നിന്നിട്ട്. ഇത് കണ്ടപ്പോൾ എനിക്കും എൻ്റെ കൂടെ വന്നവർക്കും അതുപോലെ ടൂറിസ്റ്റുകളായ നിറയെ യാത്രക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല പേടി പിടിച്ചിട്ടുണ്ട് ഇതൊന്ന് എങ്ങനെ ചാടുന്നുള്ളത്. അത് പറഞ്ഞാൽ ചാടിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് ഈ കപ്പലും ബോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു പോണത്. അത് നല്ല ഗ്യാപ്പൊക്കെ വരുന്നുണ്ട്. പക്ഷേ അവർ കൈയൊന്നും വിടില്ല. അവർ ധൈര്യത്തിൽ മുറുക്ക പിടിച്ചതിനെ ചാട്ടിക്കുക. പക്ഷെ നമുക്ക് അതിനുള്ള ധൈര്യമില്ല. അതേമാതിരി ഗർഭിണികൾ, രോഗികൾ, ചെറിയ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഭയങ്കര കഷ്ടം തന്നെയാണ്. എന്ത് തന്നെയാണെങ്കിലും ദ്വീപുകാർ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് കുറച്ചൊക്കെ എക്സ്പീരിയൻസ് ആയി. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് ജനിച്ച മുതലേ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് അതൊരു പരിചയമായി. എങ്കിലും ഇതൊക്കെ ഒരു കഷ്ടമാണ്. ഒരു വയ്യാണ്ടായവർക്ക് എത്ര പരിചയം ഉണ്ടെങ്കിലും പ്രായമായവർക്കും രോഗിയായവർക്കും ഗർഭിണികൾ, കുട്ടികൾ, അതേമാതിരി നമ്മളമാരിലുള്ള യാത്രക്കാർക്ക് ഇതൊക്കെ ഭയങ്കര കഷ്ടം തന്നെയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരമായ ഒരു സംവിധാനം എന്തായാലും വേണം. അല്ലാതെ ഇത് ചാടുക പറഞ്ഞാൽ കൈ ആരെങ്കിലും വിട്ടാൽ ഉള്ളിക്ക് പോകും, ബാഗ് വിട്ടാൽ കടലിൽ ഉള്ളിക്ക് പോകും, ഫോണാണെങ്കിലും കയ്യിൽ നിന്ന് വീണാൽ ഉള്ളിക്ക് പോകും, ഒന്നും കിട്ടില്ല, എന്ത് വീണാലും കിട്ടില്ല. പിന്നെ ഇവരൊക്കെ നല്ല കഴിവുള്ളവരായിരിക്കും. അങ്ങനെയൊക്കെ അവർ നീന്തി ചിലപ്പോൾ ആൾ അടയിൽപ്പെട്ട് അങ്ങനെയൊക്കെ രക്ഷിക്കായിരിക്കും കണക്കാക്കാം. പക്ഷെ തെരൻ്റെ ശക്തി ഭയങ്കര ശക്തിയാണ്. അതിൻ്റെ മുന്നിൽ അത്ര ഭാഗം ഒരാളിനെ രക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കിപ്പോൾ ബോട്ടിലേക്ക് അങ്ങനെ ചാടി ഇറങ്ങാൻ പറ്റും. പക്ഷേ ഈ ബോട്ടിലൂടെ അപ്പുറത്തേക്ക് പോകണ്ടേ. അങ്ങോട്ട് ഒരു 3 മണിക്കൂർ 2 മണിക്കൂർ യാത്ര ചെയ്യണം. ഈ കപ്പലിൽ നിന്ന് ഈ കരവത്തി ദ്വീപിലേക്ക് പോകാൻ 2-3 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വരും. ഒരു 10-30 കിലോമീറ്ററൊക്കെ ദൂരം ഉണ്ടാവും ചിലപ്പോൾ. അത് കൃത്യമായിട്ട് എനിക്കറിയില്ല, ഏകദേശം അത്ര ദൂരം ഉണ്ടാവും. അതുവരെ ഈ ബോട്ടിൽ ഇങ്ങനെ പൊങ്ങിയും താന്നും യാത്ര ചെയ്യുക പറഞ്ഞാലുള്ള ഇത് ആലോചിച്ചാൽ ഭയങ്കര പേടിയാണ്. അതിൻ്റെ പേടിയിലാണ് ഞാനൊക്കെ ഇരിക്കുന്ന കൂടെയുള്ളവരും. ഞാൻ ഈ സമയത്ത് ആലോചിച്ച് പോയി ശുചിക്കുട്ടനെ കൂട്ടിക്കൊണ്ടുവരാന്നത് വളരെ നന്നായി എന്നുള്ളത്. നമ്മൾക്ക് പരിചയമുള്ള ലക്ഷദ്വീപിൽ നമ്മുടെ യൂട്യൂബൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന അതേമാതിരി ഷിജാസിനെമാതിരി ഒരു കുട്ടിയുണ്ട്, വയ്യാത്ത കുട്ടിയും. ആ അമ്മയാണ് എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞത്, ഷിജുക്കുട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, ഈ കപ്പലിൽ യാത്ര പറ്റില്ല, അവനിക്ക് ശരിയായില്ല. അവൻ്റെ വീഡിയോ കണ്ടിട്ട് അവർക്ക് അവനെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയാം. ഇങ്ങനത്തെ വയ്യാത്ത കുട്ടി അവർക്കുള്ളത് കൊണ്ട് കൂടുതൽ കാര്യം അറിയാം. അവനെ നിർബന്ധമായി നിങ്ങൾ കൊണ്ടുപോകണ്ട എന്ന് അവരാണ് എൻ്റെ അടുത്ത് ഉറപ്പിച്ച് പറഞ്ഞത്. ഷിജുവിനെ കൊണ്ടുപോകണ്ട, കൊണ്ടുവരുവാണെങ്കിൽ നിങ്ങൾ പിന്നെ പ്ലെയിനിൽ കൊണ്ടുവന്നാൽ മതി. കപ്പലിൽ അവൻ ഇറങ്ങില്ല, ചാടില്ല. ഇനി എന്തെങ്കിലും ചിലപ്പോൾ ദേഷ്യം കാണിക്കും, അത് നിങ്ങൾക്കും യാത്ര ചെയ്യണ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും പറഞ്ഞ ഒറ്റ കാരണം കൊണ്ടാണ് ഷിജുവിനെ കൊണ്ടുവരാണ്ടിരുന്നതും. ഞാൻ ഈ വീഡിയോ മാത്രം ഫുള്ളായിട്ട് ഷിജുക്കുട്ടനിക്കും അതേമാതിരി ഷിജുക്കുട്ടൻ്റെ ഉമ്മാക്കും പപ്പാക്കും എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ വീഡിയോ കൂടുതൽ എടുക്കുന്നത്, ഈ ചാടുന്ന വീഡിയോ. അതേപോലെ തന്നെയാണ് ഇനി യാത്രക്കാർ, ഇതേമാതിരി നമ്മൾ പുറത്തുനിന്ന് വരുന്ന യാത്രക്കാരുണ്ടല്ലോ, ടൂറിസ്റ്റുകൾ, അവരും ഇത് കണ്ട് നന്നായി മനസ്സിലാക്കണം. അവർ വരുന്നൊക്കെ പെട്ടെന്ന് ഇങ്ങനെ കപ്പലിൽ വന്ന് അങ്ങോട്ട് ചാടിയും കൊണ്ട് കരയ്ക്ക് ഇറങ്ങാമെന്നാണ്. പക്ഷെ കടൽക്ഷോഭവും ഇല്ലെങ്കിൽ കവരത്തി ദ്വീപിൽ ഇങ്ങനെ ഇറങ്ങാൻ പറ്റും. പക്ഷേ എല്ലാ ദ്വീപിക്കും കപ്പൽ അടുക്കില്ല. അമിനി ദ്വീപിക്കൊന്നും ഈ കപ്പൽ ഒരിക്കലും അടുക്കില്ല. അതൊക്കെ ഈ ബോട്ടിൽ തന്നെ പോകണം.
ഒരു മൂന്നാല് ദ്വീപിക്കായി കപ്പൽ അടുക്കുകയുള്ളൂ. അതേമാതിരി മിനിക്കോയ് ദ്വീപിക്കും അടുക്കും തോന്നുന്നു. അങ്ങനെ ചില ദ്വീപിക്ക് അടുക്കുകയുള്ളൂ. യാത്രക്കാർ ഇറങ്ങും കയറുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ദ്വീപിലെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം. എന്താ പറഞ്ഞാൽ കുറേ നേരം ആകും കയറ്റും ഉറക്കമൊക്കെ. എന്താ പറഞ്ഞാൽ 300 ആളുകൾ ഉള്ളതാണ്, ഇങ്ങോട്ട് തിരിച്ചും കയറാനുള്ളതാണ്. അപ്പോൾ ആകെ 36 ദ്വീപുകളാണ് ഉള്ളത്. അതിൽ 10 ദ്വീപിലാണ് ആൾ താമസമുള്ളൂ. ആകെയുള്ള ദ്വീപിലെ ജനങ്ങൾ പറഞ്ഞാൽ എല്ലാ ദ്വീപിലും കൂടിയുള്ള 10 ദ്വീപിലും കൂടിയുള്ള ജനങ്ങൾ പറഞ്ഞാൽ 70,000 താഴെയാണ് താമസിക്കുന്നത്. ഇതിൽ 90% ഇസ്ലാം മത വിശ്വാസികളാണ്. 10% പുറത്തുനിന്ന് വന്ന പല ജോലിക്കായി വന്നവരും താമസിക്കുന്നു. ചില ദ്വീപുകളിൽ അമ്പലങ്ങളും മരിച്ചാൽ അവർക്ക് ശവസംസ്കാരം ചെയ്യാനുള്ള സ്ഥലങ്ങളും ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഗസരിയാണ് ഇവരുടെ സംസാര ഭാഷ. മലയാള ലിപിയിലാണ് എഴുതുന്നത്. ഗസരിക്ക് സ്വന്തമായി ലിപിയൊന്നുമില്ല. മിനിക്കോയ് ദ്വീപിലാണെങ്കിൽ ഇവർ മാലദ്വീപിന് സാദൃശ്യമുള്ള മകൾ ഭാഷയാണ് സംസാരിക്കുന്നത്. മകൾ ഭാഷയ്ക്ക് ലിപിയെല്ലാം ഉണ്ട്. നമ്മുടെ കേരളത്തിൽ ഓരോ ജില്ലയിലും സംസാര രീതിയിൽ പല വ്യത്യാസങ്ങളുണ്ടാവും. അതുപോലെ തന്നെയാണ് ഓരോ ദ്വീപിലും ഓരോരോ സംസാര രീതിയും അതേമാതിരി വിശേഷങ്ങൾ, കല്യാണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയുള്ള ഓരോ ചടങ്ങുകളും ഓരോരോ ദ്വീപിൽ വ്യത്യസ്തമായിരിക്കും. സംസാര രീതിയിലും അതേമാതിരി വ്യത്യസ്തമായിരിക്കും എന്നാണ് ദ്വീപുകാരായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്നലെ രാത്രിയൊക്കെ ഞാൻ ദ്വീപുകാരായിട്ടൊക്കെ കുറേ സംസാരിച്ചു. അവരിൽ നിന്നൊക്കെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. 1948 പോർച്ചുഗീസുകാർ കോട്ട സ്ഥാപിച്ചിരുന്നു ഈ ലക്ഷദ്വീപിൽ. പിന്നീട് 1787 ടിപ്പു സുൽത്താൻ്റെ ആധിപത്യത്തിൽ കണ്ണൂർ അറക്കൽ ബീബി രാജവംശത്തിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു. പിന്നീട് 3ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തോടു കൂടിയിട്ട് ടിപ്പുവിൻ്റെ ഭരണവും അവസാനിച്ചു. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ലക്ഷദ്വീപും ഇന്ത്യയോടുകൂടി ചേർന്ന് നിന്നു. അപ്പോൾ ഇതാ ബോട്ടിലേക്ക് ആളുകളുടെയൊക്കെ കയറ്റിക്കൊണ്ടുവരുന്ന നടുക്കടലിലാണിതാ. ആ കാണുന്നതാണ് ദ്വീപ്. നമുക്ക് കാണുമ്പോൾ അടുത്തുമാതിരി തോന്നും, കവരത്തി ദ്വീപ് അടുത്താണ് തോന്നും. പക്ഷെ അത് വളരെ ദൂരമുണ്ട്. ബോട്ടാണെങ്കിൽ ഇങ്ങനെ ആടി വലയുണ്ട്. വെള്ളത്തിൻ്റെ ഒരു 3/4 ഭാഗവും ബോട്ട് താന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. നിറയെ ആളുണ്ട്. മുൻഭാഗവും പിൻഭാഗവും പൊങ്ങലും താഴലും ഉണ്ട്. 2 ഭാഗത്തേക്ക് ചരിയണതിൻ്റെ കൂടെ തന്നെ മുൻഭാഗത്തേക്ക് പൊങ്ങലും താഴലുണ്ട്. മൊത്തം ഇളകിയിരിക്കുകയാണ്. മൊത്തം ഇളകിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ്. ഇവർ ഉദ്ദേശിച്ച ഭാഗത്തേക്കല്ല ഇപ്പോൾ ബോട്ട് പോണത്. കാറ്റത്ത് ബോട്ടിന് വേറെ ഏതോ ഭാഗത്തേക്ക് തള്ളിക്കൊണ്ട് പോകുന്നു. നിറയെ ആളുകളും അതേമാതിരി അവൻ്റെ ബാഗുകളും സാധനങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അത് നന്നായി താന്നിട്ടുണ്ട്. വെള്ളം ഉള്ളിക്കൊക്കെ തെറിക്കുന്നുണ്ട്. അതേമാതിരി ചെറിയ പാറ്റിലും മഴയും ഉണ്ട്. ചെറിയ മഴയും അതേമാതിരി നല്ല നീല കളറാണ്. ഈ കാർമേഘങ്ങൾ കൊണ്ടാണ് അടുത്തുള്ള വെള്ളമൊക്കെ കറകറേന്ന് കാണുന്നത്. ഇതാ പിന്നെയും അടുത്തടുത്ത് അത് പോയതും അടുത്ത ബോട്ട് വന്നു. അങ്ങനെ വരിവാരിയായി ബോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ഒരു 350 ആളുകൾ ഇവിടെ ഇറങ്ങാനുണ്ട്. അടുത്തടുത്ത് ബോട്ട് വരിക കയറ്റുക. പിന്നെ അതിന് കുറച്ച് ആളുകൾ വഴി ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ആളുകളൊക്കെ കയറ്റിയ ശേഷം ബോട്ട് വീണ്ടും യാത്രയായി. വെള്ളമൊക്കെ നല്ല ശുദ്ധമായ വെള്ളമാണ്. നീല കളറുള്ള വെള്ളമാണ്. നല്ല ഗ്യാപ്പ് ഉണ്ടാകുന്നുണ്ട്. ഇതിങ്ങനെ അലഞ്ചണ സമയത്ത് നല്ല ഗ്യാപ്പ് ഉണ്ടാവും. ആ ഗ്യാപ്പ് കറക്റ്റാകുമ്പോഴാണ് ഇതിലേക്ക് ചാടി ഇറക്കുക, ചാടി കയറുകയൊക്കെ ചെയ്യുക. പണ്ട് കാലത്തൊക്കെ ചാവക്കാടുള്ളവരൊക്കെ ദുബായിക്കും സൗദി അറേബ്യയിലേക്കൊക്കെ പോകുന്നത് ലോഞ്ചിൽ പോകുക പറയും. ഇതേമാതിരി ചരക്ക് കപ്പലിൽ അവരൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പൈസയെ കൊടുത്ത് പാസ്പോർട്ടും ഇതൊന്നും ഇല്ലാണ്ട് കയറിപ്പോകും. കയറിപ്പോയ ശേഷം അവരൊരു ബോട്ടിൽ നടുക്കടലിൽ വെച്ചിട്ട് പിന്നെ ബോട്ടിൽ കൈമാറും. ആ ബോട്ടിൽ നിന്ന് ഇവർ കരൻ്റെ മുമ്പെത്തുന്നതിന് മുമ്പ് തന്നെ കടലിലേക്ക് ചാടാൻ പറയും. അങ്ങനെ ചാടി അവർ നീന്തിയിട്ട് കരയിലെത്തും. ആളൊന്നും ഇല്ലാത്ത സ്ഥലത്താണ് ചാടിപ്പിക്കുക. അങ്ങനെയാണ് അവർ അവിടെ എത്തി പഴയ ആളുകളൊക്കെ ഗൾഫിലൊക്കെ പോയി സമ്പാദിച്ച് ഇന്ന് നല്ല നിലയിൽ എത്തിയിരിക്കുന്നത്. ഇതേമാതിരി കപ്പലിൽ പോകാനൊക്കെ പേടിയുള്ളവർക്ക് ഫ്ലൈറ്റിൽ വരാം. അവർക്ക് കവരത്തിയിൽ ഫ്ലൈറ്റ് ഇറങ്ങാൻ പറ്റും. അവിടെ ആ ഒരു ദ്വീപിൽ മാത്രമാണ് അതിനുള്ള സൗകര്യമുള്ളൂ. അതിന് ഗോവയിൽ പോവുകയാണെങ്കിൽ നമ്മൾക്ക് ടിക്കറ്റ് ചാർജ് 3500 മുതൽ തൊട്ട് 4000, 5000 വരെ കിട്ടും.
പക്ഷെ നമ്മൾക്കൊക്കെ അതിന് ഇവിടുന്ന് പാലക്കാട്ടത്ത് പോകുകയാണെങ്കിൽ വളരെയധികം ദൂരമാണ്. അത് ട്രെയിനിലൊക്കെ പോകണം, അല്ലെങ്കിൽ കാറിൽ പോകണമൊക്കെ വളരെ കഷ്ടമാണ്, ഒരുപാട് ചിലവാകും. നമുക്ക് പാലക്കാട്ടുകാർക്കൊക്കെ കൊച്ചി നെടുമ്പശ്ശേരി തന്നെയാണ് സൗകര്യം. നെടുമ്പശ്ശേരിയിലാണെങ്കിൽ 10,000 15,000 ഒക്കെ ടിക്കറ്റ് ചാർജ് വരും. പിന്നെ കുറഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ ഒരു 3-4 മാസം മുമ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 3,000-നും 4,000-നും ഒരു ഭാഗത്തേക്കുള്ള ടിക്കറ്റ് കിട്ടും. എടുക്കുമ്പോൾ 2 ഭാഗത്തേക്കും ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഭയങ്കര ചാർജായിട്ട് പെട്ടെന്ന് പൈസ നന്നായി കൂടും. പെട്ടെന്ന് വരുമ്പോൾ 15-ഉം 20-ഒക്കെ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും. കപ്പലിലാണെങ്കിൽ ബങ്ക് ക്ലാസ്സിന് 1,100 രൂപയാണ് വരിക. സെക്കൻഡ് ക്ലാസ്സിന് ഒരാൾക്ക് 4,000, 3,500, 4,000 ഒക്കെയാണ് വരിക എന്നാണ് പറഞ്ഞു കേട്ടത്. ഫസ്റ്റ് ക്ലാസ്സിന് 7,000 വരെ വരുന്നും പറഞ്ഞു കേട്ടു. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലാസ് ഞങ്ങൾക്ക് ഈ ബങ്ക് ക്ലാസ് എടുക്കാൻ തന്നെ 1,100 രൂപ ടിക്കറ്റ് ചാർജ് ആണെങ്കിലും അതിന് 10,000-2,500 രൂപയൊക്കെ അവർ നമ്മുടെ ഇത് വാങ്ങുന്നുണ്ട് ഈ ഏജൻറ്റുമാർ. അത് എന്തൊക്കെയോ ചിലവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങുന്നത്. പിന്നെ നമ്മൾ യാത്ര പോകുമ്പോൾ പിന്നെ ഇത്തരം കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ, ഏജൻറ്റുമാരിൽ ചെയ്യുക. അപ്പോൾ 1,200 രൂപേൻ്റെ ബങ്ക് ക്ലാസ്സിന് നമുക്ക് 10,000, 2,500, 3,000 ഒക്കെ കൊടുക്കേണ്ടി വരും. കവരത്തി ദ്വീപിൽ യാത്രക്കാരെ ഇറക്കുകയും കയറ്റുകയും ചെയ്ത ശേഷം തൊട്ടടുത്തുള്ള അമിനി ദ്വീപിലേക്ക് കപ്പൽ വീണ്ടും യാത്ര തുടർന്നു. കവരത്തി ദ്വീപിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ, ഒരു 20-25 കിലോമീറ്റർ ദൂരത്താണ് അമിനി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2 മണിക്കൂറിൻ്റെ യാത്രയുണ്ടാവും. അങ്ങനെ അവിടെ എത്തിയ ശേഷം വീണ്ടും അവിടെ നിന്നും യാത്രക്കാരെ ഇതേമാതിരി കയറ്റലും ഇറക്കലും തുടങ്ങി. അങ്ങനെ അമിനി ദ്വീപിലെത്തുമ്പോഴേക്കും സമയം ഉച്ച 12 മണിയാകാറായി. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇടയ്ക്ക് പോയി ഭക്ഷണം കഴിക്കും, ചായ കുടിക്കും, പിന്നെ ഇത് വന്ന് നോക്കിയിരിക്കും. ഇതൊരു 2-3 മണിക്കൂർ പണിയാണ് കവരത്തി ദ്വീപിലുണ്ടായിരുന്നത്. ഇവിടെ അതേമാതിരി 2-3 മണിക്കൂർ ഈ ഇറക്കവും ഗേറ്റിന് സമയം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ദ്വീപിലേക്ക് മുൻകാലങ്ങളിൽ 13 കപ്പലുണ്ടായിരുന്നു. കുറച്ചായിട്ട് സർക്കാർ ഈ കപ്പലിനെയൊക്കെ ഓട്ടം നിർത്തിച്ചിരിക്കുകയാണ്, ദ്വീപുകാരനെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോഴാകുള്ളത് 3 കപ്പൽ മാത്രമാണ്. അത് എല്ലാ സമയത്തും ഉണ്ടായില്ല. ചില ദിവസങ്ങളിൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഉണ്ടാകും, അനുകൂലമില്ലാത്ത ദിവസം കപ്പലുണ്ടായില്ല. ടിക്കറ്റ് എടുക്കുന്നത് ഓൺലൈൻ സംവിധാനത്തിലൂടെയാണെങ്കിലും ഈ കപ്പലില്ലാത്തതുകൊണ്ട് പല ആളുകൾക്കും കൃത്യമായ സമയത്ത് കപ്പലിൽ യാത്ര ടിക്കറ്റ് കിട്ടില്ല. അപ്പോഴാണ് അവർ ഇടയിലുള്ള ആളുകളിനെയൊക്കെ സമീപിച്ച് അധികം പൈസ കൊടുത്ത് ടിക്കറ്റ് എടുക്കേണ്ടി വരുന്നത്. അതുകൊണ്ടൊക്കെയാണ് ഇത്ര കപ്പലിൽ തിരക്കും. ഒരുപാട് തിരക്കായി പലവർക്കും ടിക്കറ്റ് കിട്ടില്ല. ഇതൊക്കെ മറ്റുള്ളവർക്ക് ചൂഷണം ചെയ്യാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുകയാണ്. അമിനി ദ്വീപിൽ നിന്ന് വന്ന ഈ ബോട്ടിൽ ഒരു രോഗിനെയും കൊണ്ട് വന്നിട്ടുണ്ട്, കുറച്ച് ആളുടെ കൂടെ. ആ രോഗിനെ പിടിച്ച് ഈ സ്ട്രക്ചറുമായിട്ട് ഈ മുളപൊടിയും തുണികളൊക്കെ ഉണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ്, അതിൽ കടത്തുകയാണ്, ആ രോഗിനെ കടത്തുകയാണ്. രോഗിനെ കടത്തിയപ്പോഴേക്കും രോഗി നന്നായി കുഴഞ്ഞു പോകുകയല്ലാതെ അവൻ്റെ കയ്യും കാലൊക്കെ വരയ്ക്കാൻ തുടങ്ങി, ഫിക്സ് മാതിരിയൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അയാൾ പോക്കറ്റിൽ നിന്നെടുത്ത് താക്കോൽ എന്തൊക്കെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. അവർ നല്ല വരയ്ക്കുന്നുണ്ട്. എല്ലാവരും കൂടി അതിനെ പിടിച്ചിട്ട് ആ തുണിയിൽ കെട്ടുകയാണ്. എന്താ പറഞ്ഞാൽ കപ്പലിൽ ഈ ബോട്ടിൽ നിന്ന് കപ്പലിൽ കയറ്റണമെങ്കിൽ വീഴാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ സ്ട്രക്ചറുമാതിരി കെട്ടുകയാണ്. എല്ലാവരും കൂടി കെട്ടാൻ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഭയങ്കര വിഷമമുള്ള കാഴ്ചകളാണ്. ഇവർക്കൊന്നും ഫ്ലൈറ്റ് സൗകര്യങ്ങളൊന്നും ഈ രോഗികൾക്കൊന്നും കിട്ടില്ല. കിട്ടണമെങ്കിൽ ഭയങ്കര അതിന് ഒരു 4 ദിവസത്തെ ഈ വർക്ക് ചെയ്യണം, ചിലപ്പോൾ 2 ദിവസത്തെ വർക്കൊക്കെ ചെയ്യേണ്ടി വരും ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടണമെങ്കിൽ. ഇതിന് ഈ ദ്വീപിൽ നിന്ന് അമിനി ദ്വീപിൽ നിന്ന് പിന്നെ കവരത്തി ദ്വീപ് പോകണം, ഇവിടുത്തെ ഡോക്ടർ സർട്ടിഫിക്കറ്റ്, അവിടുത്തെ ഡോക്ടർ സർട്ടിഫിക്കറ്റ്, അതും കൊണ്ട് ഇങ്ങോട്ട് വരണം ആ പേപ്പർ, പിന്നെ അങ്ങോട്ട് പോകണം. എന്നിട്ട് ഹെലികോപ്റ്ററിൽ പോകാൻ പറ്റും. ഹെലികോപ്റ്ററിൽ പോകുകയാണെങ്കിൽ രോഗികൾക്ക് 1,500 രൂപ ടിക്കറ്റുള്ളൂ ഒരാൾക്ക്. കൂടെ പോണവർക്ക് 4,000, 3,000, 5,000 അങ്ങനെ വ്യത്യസ്ത നിരക്കുകളുണ്ട്. കൂടെ രോഗിൻ്റെ കൂടെ ഒരാൾക്ക് പോകാം. അതിന് ഈ പേപ്പർ വർക്കൊക്കെ ഒരു 10-12 മണിക്കൂർ ചെയ്യണത് കണ്ടില്ല. അവർക്ക് വായിൽ പതകളൊക്കെ തുപ്പലും പതയൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അവരിനെ കടത്തി അങ്ങനെ കയറ്റി ഉള്ളിലേക്ക് കടത്തി. ഇതാണ് അവിടുത്തെ ജനങ്ങളുടെ ബുദ്ധിമുട്ട്. ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊക്കെ ഇവിടെ എങ്ങനെ പറഞ്ഞാൽ പെട്ടെന്ന് ഏത് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോയിട്ട് നോക്കി ചികിത്സിക്കാൻ പറ്റും. ഇവർക്ക് അങ്ങനെയല്ല.
ദ്വീപിൽ എല്ലാ ദ്വീപിലും ചെറിയ ചെറിയ ക്ലിനിക്കുകളാണുള്ളത്. വലിയ ഹോസ്പിറ്റൽ സൗകര്യങ്ങളൊന്നുമില്ല. എല്ലാത്തിനും അവർ കേരളത്തിനെയാണ് ആശ്രയിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മൾ ഇന്നത്തെ നിർത്തുന്നതിന് ബാക്കി വീഡിയോ നാളേക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദ്വീപിനെ കുറിച്ച് കുറേ പറയാനുണ്ട്, ധാരാളം പറയാനുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാം കേൾക്കണം. എൻ്റെ അറിവിനെയും എൻ്റെ അനുഭവത്തിനെയും വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇത് ബോട്ടിൽ കയറുന്നത് മാത്രത്തിൽ കൂടുതൽ ഇട്ടിട്ടുള്ളത് എന്തിനാ പറഞ്ഞാൽ അത് എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇവിടെ മലയാളികളായ ആളുകൾ കപ്പലിൽ കയറാത്തവർ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഒരുപാട് ആളുകൾ യാത്ര പോകണ്ടല്ലോ. ഞങ്ങളിവിടെ നിന്ന് കടമം എന്ന ദ്വീപിലേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. താങ്ക് യു.